നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 6 കുത്തിൽ അവശനായി മരണത്തോട് മല്ലടിച്ച് ആശുപത്രിയിൽ കിടന്ന സെയ്ഫ് അലി ഖാൻ തിരികെ വീട്ടിലെത്തിയെങ്കിലും അതിനേക്കാൾ വലിയ കുത്താണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതായത് സെയ്ഫ് അലി ഖാന്റെ 15,000 കോടിയുടെ സ്വത്തുക്കൾ നഷ്ടമാകും എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പട്ടൌഡി രാജകുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള വസ്തു ശത്രു സ്വത്തായി പ്രഖ്യാപിച്ച മധ്യപ്രദേശ് സർക്കാരിന്റെ തീരുമാനത്തിനെതിരായ സെയ്ഫ് അലി ഖാന്റെ ഹർജി മധ്യപ്രദേശ് ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ഇതോടെ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ പട്ടൌഡി കുടുംബത്തിന്റെ 15,000 കോടി രൂപയുടെ സ്വത്ത് സെയ്ഫ് അലി ഖാന് നഷ്ടമായേക്കും. സെയ്ഫ് അലി ഖാന്റെ കുടുംബം കൈവശം വെക്കുന്ന സ്വത്താണ് സർക്കാർ ഏറ്റെടുക്കാൻ പോകുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഭോപ്പാലിൽ കൊഹേഫിസ മുതൽ ചിക്ലോദ് വരെ നീണ്ടുകിടക്കുന്നതാണ് ചരിത്ര പ്രാധാന്യമുള്ള ഈ വസ്തുവകകൾ. 2014 കസ്റ്റോഡിയൻ ഓഫ് എനിമി പ്രോപ്പർട്ടി വിഭാഗം സെയ്ഫ് അലി ഖാന് നോട്ടീസ് നൽകിയത്. പട്ടൌഡി കുടുംബത്തിന്റെ കൈവശമുള്ള വസ്തുക്കൾ ശത്രു സ്വത്തായി പ്രഖ്യാപിച്ചായിരുന്നു നോട്ടീസ്. 2015 സെയ്ഫ് ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ നേടിയെടുത്തിരുന്നു. വിഭജന കാലത്ത് പാകിസ്ഥാനിലേക്ക് പോയി അവിടുത്തെ പൗരത്വം നേടിയവർക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സ്വത്തുക്കളെയാണ് ശത്രു സ്വത്തായി പ്രഖ്യാപിക്കുന്നത്. ഭോപ്പാലിൽ നവാബായിരുന്ന ഹമീദുള്ള ഖാന്റെ മകൾ ആബിദ സുൽത്താൻ പാകിസ്ഥാനിലേക്ക് ചേക്കേറിയിരുന്നു. ഇതോടെയാണ് പട്ടൌഡി കുടുംബത്തിന്റെ സ്വത്ത് ശത്രു സ്വത്ത് വിഭാഗത്തിൽപ്പെട്ടത്. സെയ്ഫിന് തിരിച്ചടിയായി എനിമി പ്രോപ്പർട്ടി ആക്ട് നിലനിൽക്കുകയാണ്. ഇതിനെ എങ്ങനെ മറികടക്കാനാകും എന്നത് വലിയൊരു തലവേദന തന്നെയാണ്. കേന്ദ്ര സർക്കാരിന്റെ എനിമി പ്രോപ്പർട്ടി ആക്ട് പ്രകാരം സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുൻപും ശേഷവും പാകിസ്ഥാനിലേക്ക് കുടിയേറിയവരുടെ സ്വത്തുക്കളുടെ കണക്കെടുപ്പും വില നിർണയവും നടത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. 1968 എനിമി പ്രോപ്പർട്ടി ആക്ട് പ്രകാരമാണ് ഈ നടപടി. കൈവശക്കാരെ ഉടൻ ഒഴിപ്പിക്കുകയും ബാങ്കുകളിലെ പണയപ്പെടുത്തലുകൾക്ക് വിലക്കേർപ്പെടുത്തുകയും ചെയ്യും. ഭൂമി കൈമാറി ആധാരം രജിസ്റ്റർ ചെയ്യാൻ പാടില്ലെന്ന് സബ് രജിസ്ട്രാർമാർക്കും ജില്ലാ കളക്ടർമാർക്കും ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിൽ നിന്ന് ഉടൻ നിർദ്ദേശം നൽകും. പാകിസ്ഥാനിലേക്ക് കുടിയേറിയവരുടെ അവകാശികളോ മറ്റാൾക്കാരോ സ്വത്തുക്കൾ കൈവശപ്പെടുത്തുകയും കൈമാറ്റം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതേക്കുറിച്ച് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് നൽകിയതോടെയാണ് കേന്ദ്ര സർക്കാർ ഇടപെടൽ തുടങ്ങിയത്. പാകിസ്ഥാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ സ്ഥിരതാമസമാക്കിയ 9,400 ശത്രു സ്വത്തുക്കൾ രാജ്യത്തുണ്ട് എന്നാണ് കണക്കുകൾ. ജില്ലാതലത്തിൽ മൂല്യനിർണ്ണയം നടത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. ശത്രു സ്വത്തിൽ 9,280 എണ്ണം പാകിസ്ഥാൻ പൗരത്വം സ്വീകരിച്ചവരുടേതാണ്. 126 എണ്ണം ചൈന സ്വദേശമാക്കിയവരുടേതും. കേരളത്തിലും ഇത്തരത്തിൽ ശത്രു സ്വത്തുക്കളുണ്ട്. ഈ വസ്തുക്കൾ സംരക്ഷിക്കാൻ കസ്റ്റോഡിയനെ നിയമിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. ലാൻഡ് റവന്യൂ കമ്മീഷണറെ കസ്റ്റോഡിയനായി നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ 63 വ്യക്തികളുടെ പേരിലുള്ള 40.59 ഏക്കർ ഭൂമിയാണ് ശത്രു സ്വത്തായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ സ്വത്തുക്കൾ ഇത്തരത്തിലുള്ളത്. പാകിസ്ഥാനിലേക്ക് കുടിയേറിയ മലയാളികളുടെ സ്വത്തുക്കൾ 1968 എനിമി പ്രോപ്പർട്ടി ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം ശത്രു സ്വത്തായി പ്രഖ്യാപിച്ച് ഏറ്റെടുത്തുവെങ്കിലും സംരക്ഷിക്കുകയോ അതിർത്തി നിർണയം നടത്തുകയോ ചെയ്തിരുന്നില്ല. സർവേ, അതിർത്തി നിർണയം, വില നിർണയം തുടങ്ങിയ നടപടികൾ ഉടൻ പൂർത്തിയാക്കാനാണ് കേന്ദ്രം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.